അസുരശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീവാത്മാവാണ് എന്ന് ചിന്തിക്കുന്ന ആ ജീവവൃത്തിയാണ്. അത് അനന്തമാണ്. പല രീതിയിലാണ് അത് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അതേസമയം നമ്മൾ അഭ്യാസ അതിശയം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട്, ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട്, അതിനെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ജീവഭാവം വെടിഞ്ഞ് സോഹം അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ബോധത്തിലേക്ക്, ജീവബ്രഹ്മ ഐക്യത്തെ ബോധിപ്പിക്കുന്നതാണ് ഈ ഭണ്ഡാസുര വധം എന്നുള്ള യുദ്ധം സൂചിപ്പിക്കുന്നത്. അസുരശക്തികൾ എണ്ണമറ്റവയാണ്. അവ പല രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിനൊക്കെ എങ്ങനെയാണ് ദേവി തൻ്റെ ശക്തിസേന കൊണ്ട് ഹനിക്കുന്നത്, എങ്ങനെയാണ് കൊല്ലുന്നത്, എങ്ങനെയാണ് ദൈവാംശത്തെ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നത് കൊണ്ട് നമ്മൾ ഈ ചെറിയ ജീവനാണ് എന്നുള്ള ഭാവം വെടിഞ്ഞ് സോഹം എന്നുള്ള ആ ഭാവത്തിലേക്ക് എത്തുന്നത്, ഞാനും പരമാത്മാവും ഒന്ന് എന്നുള്ള ജീവാത്മ ഐക്യത്തെ, അതിനെയാണ് ഈ യുദ്ധം പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ദേവിയോടുള്ള ഭക്തി നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്നു. ആ ചിത്തശുദ്ധി കൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള ആത്മസാക്ഷാത്കാരം നമുക്കുണ്ടാകുന്നു. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഭണ്ഡാസുര വധം എന്ന് പറയുന്ന പ്രകരണം. അസുരശക്തികളൊക്കെ നശിക്കുന്നു, ദൈവശക്തി വിജയിക്കുന്നു. ഒരാൾ ചോദിച്ചു, രാമായണത്തെ 2 വാക്കിൽ പറയാൻ പറ്റുമോ? അതായത് ഒരു പഴം എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു, അത് താഴെ വീഴുന്നതിന് മുമ്പേ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പഴം മുകളിലേക്ക് എറിഞ്ഞു, ധർമ്മം ജയിച്ചു, അധർമ്മം മരിച്ചു എന്നുള്ളതുപോലെ ആത്മസാക്ഷാത്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന തത്വമാണ് ഭണ്ഡാസുര വധം എന്ന് പറയുന്ന പ്രകരണം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 64ാമത്തെ മന്ത്രമാണ് ദേവർഷിഗണ സംഘാത സ്തൂയമാന ആത്മവൈഭവ എന്നുള്ള മന്ത്രം, എന്നുള്ള നാമം. ദേവർഷിഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോടു കൂടിയവൾ എന്നാണ്. ഇതിൽ സംഘാതം എന്നുള്ള ഒരു പദം, അവരുടെ കൂട്ടം, ദേവന്മാർ, ഋഷിമാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ എന്നൊക്കെയുള്ള എല്ലാവരും സ്തുതിക്കപ്പെട്ടു എന്ന് ഒരു അർത്ഥം. ബഹുപ്രകാരേണ, അനവധി രീതിയിൽ നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നു. ഒരു മഹാക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ അമ്മയെപ്പോലുള്ളവരടുത്ത് നമ്മൾ പോകുന്നു. ചിലർ ഏകാന്തമായിട്ട് ധ്യാനിക്കുന്നത് കാണാം, ചിലർ മന്ത്രം ജപിക്കുന്നത് കാണാം, ചിലർ കണ്ണീർ പൊഴിക്കുന്നത് കാണാം, ചിലർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാം, ചിലർ സേവനം ചെയ്യുന്നത് കാണാം, ചിലർ ഗുരുവായൂർ പോലത്തെ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ കലാവിഷ്കാരം, കലകളിലൂടെ പ്രകടിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ ഇനിയും ചിലർ നൃത്തം വയ്ക്കുന്നു, ചിലർ വേദങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു, ചിലർ നിശബ്ദരായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഓരോരുത്തരും വളരെ നന്മ നിറഞ്ഞവരാണ്, ഭക്തിയുള്ളവരാണ്. അവർക്ക് ആ ഭക്തിഭാവം കൊണ്ട് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. അങ്ങനെ സംഘാത എന്നുള്ള വാക്കുകൊണ്ട് ബഹുപ്രകാരേണ, എല്ലാ രീതിയിലും സ്തുതിക്കപ്പെട്ടവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആത്മവൈഭവം എന്നുള്ള വാക്ക്, സ്വന്തം ആത്മാവ് എന്നുള്ള പദം ഇവിടെ പരമാത്മാവിനോട് ബന്ധിച്ചിട്ടുള്ളത് ദേവിയുടെ സ്വന്തം വൈഭവം എന്നുള്ള അർത്ഥത്തിലാണ്. വിഭു എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ വൈഭവം ഉണ്ടാകുന്നത്. എങ്ങും നിറഞ്ഞവൾ, സർവചൈതന്യ രൂപിണി എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ദേവി വിഭുവായിട്ടുള്ളവൾ, എങ്ങും നിറഞ്ഞവൾ, അപരിച്ഛിന്നയായിട്ടുള്ളവൾ. അതുപോലെ ആനന്ദ രൂപിണി എന്ന് ദേവിയുടെ സത്തും ചിത്തും ആനന്ദം എന്നുള്ള പരമാത്മാവിൻ്റെ മൂന്ന് ഗുണങ്ങളും ദേവിക്കുണ്ട് എന്നുള്ളത് ദേവന്മാർ മനസ്സിലാക്കി. അങ്ങനെ അവർ സ്തുതിച്ചു. പിന്നെ ഒരർത്ഥം സംഘാതം, ദേവിയുടെ
ഭണ്ഡാസുരനെ വധിക്കാൻ പോകുന്നു. നന്നായിട്ട് കൊല്ലപ്പെട്ടവൻ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഭണ്ഡാസുരൻ കൊല്ലപ്പെട്ടു. ഭഗവത്ഗീതയിൽ അർജുനൻ യുദ്ധവിമുഖനായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ പറയുന്നത്, നീ യുദ്ധം ചെയ്തില്ലെങ്കിലും മയൈവേ ഹേതേ നിഹതാഹ പൂർവമേവ, ഈ കൗരവന്മാരൊക്കെ എന്നാൽ മുമ്പേ തന്നെ കൊല്ലപ്പെട്ടു. നിമിത്തമാത്രം ഭവ സവ്യസാചൻ, നീ അതിനൊരു നിമിത്തം മാത്രമായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഈ ഭണ്ഡാസുരൻ്റെ വധം നിശ്ചയിക്കപ്പെട്ടു. ദേവി അദ്ദേഹത്തെ കൊന്നുകൊള്ളാമെന്ന് സങ്കല്പിച്ചപ്പോൾ തന്നെ ഭണ്ഡാസുരൻ തീർച്ചയായിട്ടും മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് അറിഞ്ഞുകൊണ്ട് ദേവന്മാരൊക്കെ ദേവിയെ സ്തുതിച്ചു എന്നുള്ള ഒരർത്ഥം കൂടി ഈ നാമത്തിന് പറയാവുന്നതാണ്. ഇങ്ങനെയാണ് ഭാസ്കര രായരുടെ സുപ്രസിദ്ധമായ സൗഭാഗ്യ ഭാസ്കരത്തിൽ ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങളാണ് ഈ നാമത്തിന് കാണപ്പെടുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.